സമീർ, അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല. 2 സീറ്റ് ഒടുവിൽ ലീഗ് അതിന് വഴങ്ങുമെന്നത് പൊതുവെ എല്ലാവരും കരുതിയതാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. ഈ മണ്ഡലങ്ങൾ പരസ്പരം വെച്ചു മാറും എന്നതും ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതിലും അപ്രതീക്ഷിതമായ ഒന്നുമില്ല. എന്താണ് ചർച്ചകളിൽ നടന്നത്? അണികളെ ഇനിയിപ്പോൾ 3-ാം സീറ്റ് എന്ന കടുംപിടുത്തം ഉപേക്ഷിക്കാൻ രാജ്യസഭ എന്നത് അത് ബോധ്യപ്പെടുത്തിയാൽ പ്രശ്നങ്ങളൊക്കെ തീരും. ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് മത്സര ഗോതയിലേക്ക് ഇറങ്ങുകയാണോ ലീഗും? വിജയകുമാർ, മുസ്ലിം ലീഗും മത്സര ഗോധയിലേക്ക് ഇറങ്ങുകയാണ്. അണികളെ ഇക്കാര്യം വളരെ കൃത്യമായി വളരെ എളുപ്പത്തിൽ തന്നെ ബോധ്യപ്പെടുത്താനാകുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നിലവിൽ മുസ്ലിം ലീഗ് ഉള്ളത്. ഇന്ന് യോഗം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ മലപ്പുറം ആദ്യം മുതലേ തീരുമാനമായി ഇരുന്നു. പിന്നീട് പൊന്നാനിയിലുമായിരുന്നു ഈ സംശയങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്നത്. അപ്പോൾ പിന്നീട് യൂത്ത് ലീഗിന്റെ ദേശീയ ഉപാധ്യക്ഷൻ ഫൈസൽ ബാബുവിന്റെ പേര് ഈ യോഗത്തിൽ പൊന്നാനിയിൽ പരിഗണിക്കണം എന്നാണ് ആവശ്യപ്പെട്ട് ഉയർന്നെങ്കിലും പിന്നീട് നേതാക്കളെല്ലാവരും തന്നെ നിലവിൽ ഒരു പരീക്ഷണത്തിന് മുതിരേണ്ടതില്ലെന്നും അബ്ദുൾ സമദ് സമദാനി തന്നെ മത്സരിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും നേതാക്കൾ എത്തുകയായിരുന്നു. കാരണം പൊന്നാനി എന്നുള്ളത് നിലവിൽ അല്പം ബുദ്ധിമുട്ട് കൂടി ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ നേതാക്കളുടെ വിലയിരുത്തൽ. കാരണം നിലവിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലം എന്നുള്ളത്. 4 നിയമസഭാ മണ്ഡലങ്ങൾ നിലവിൽ LDF-നും 3 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് UDF-നും ഉള്ളത്. അതോടൊപ്പം തന്നെ ലീഗിൽ നിന്നും പുറത്തേക്ക് പോയ ഒരാൾ കൂടിയാണ് സ്ഥാനാർത്ഥിയെ വരുന്നത് എന്നുള്ളതും മുസ്ലിം ലീഗ് ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വന്നു. ഈ ഒരു ഘട്ടത്തിൽ അബ്ദുൾ സമദ് സമദാനി തന്നെ മത്സരിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് നേതാക്കൾ എത്തുകയായിരുന്നു. അതിനൊരു കാരണമായി പറയുന്നത് എല്ലാവർക്കും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് സമദാനി എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് മതസംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. നിലവിൽ ഏത് സംഘടനയും അദ്ദേഹത്തിന് എതിരെ നിലനിൽക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇതര മതസ്ഥർക്കും അംഗീകരിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് സമദാനി എന്നുള്ള വിലയിരുത്തലാണ് പാർട്ടി നേതൃത്വം ഉണ്ടാക്കിയത്. ഈ പശ്ചാത്തലത്തിലാണ് സമദാനിയെ തെരഞ്ഞെടുത്തത്. മലപ്പുറത്ത് AT മുഹമ്മദ് ബഷീർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ നാട് ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ് മലപ്പുറം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടത് കൂടിയ പശ്ചാത്തലത്തിലാണ് നിലവിൽ ETA മലപ്പുറത്ത് മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് നേതാക്കൾ എത്തിയത്. പിന്നെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നേരത്തെ തന്നെ 3-ാം സീറ്റിൽ കടുംപിടുത്തം വേണ്ടതിന് പകരം രാജ്യസഭാ സീറ്റിലേക്ക് തന്നെ നമുക്ക് മത്സരിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ലീഗ് എത്തിയിരുന്നു. പക്ഷേ ഔദ്യോഗികമായി പ്രഖ്യാപനം മാത്രമാണ് ഇന്ന് ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായൊന്നും ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഏതായാലും മുസ്ലിം ലീഗും നാളെ നടക്കുന്ന നേതൃയോഗത്തിന് ശേഷം അല്ലെങ്കിൽ നാളെ മലപ്പുറത്ത് പൊന്നാനിയിൽ നേതൃയോഗം നടക്കും. അതിനുശേഷം മുസ്ലിം ലീഗും സജീവമായ പ്രചാരണ പരിപാടിയുടെ കാരണം എന്ത് എന്നതിൽ ഒരു തൃപ്തികരമായ മറുപടി PK കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും പറഞ്ഞത് കേട്ടില്ല വാർത്താ സമ്മേളനത്തിൽ. ഈ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി അതിനൊരു കാരണമാണോ എന്ന് ആളുകൾ സംശയിച്ചേക്കാം. പക്ഷേ അതിനു മുമ്പ് തന്നെ ലീഗിൽ ഈ വെച്ചുമാറ്റ ചർച്ചകൾ തുടങ്ങി എന്നത് മാധ്യമ വാർത്തകളിൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അത് കേട്ടിരുന്നതാണ്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ലീഗ് വെച്ചുമാറുന്നു എന്ന് പറയുമ്പോൾ അതിൽ മറ്റു വ്യാഖ്യാനങ്ങൾക്കിടയുണ്ടായേക്കുമോ? നിലവിലെ പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി ആരാണെന്നുള്ള കാര്യം അല്ലെങ്കിൽ ആ ഒരു സ്ഥാനാർത്ഥി അല്ല ഈ ഒരു വെച്ചുമാറലിന് കാരണം എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ്. കാരണം പൊന്നാനിയിൽ തുടക്കം മുതൽ തന്നെ ET മുഹമ്മദ് ബഷീർ MPക്കെതിരെ ഒരു ചെറിയൊരു വികാരമുണ്ട് എന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ ET മുഹമ്മദ് ബഷീർ MP മലപ്പുറം ആവശ്യപ്പെടുകയും ചെയ്തതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ KS ഹംസ LDF സ്ഥാനാർത്ഥിയെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ KS ഹംസയല്ല നിലവിൽ പൊന്നാനിയിലെ സീറ്റ് വെച്ച് അല്ലെങ്കിൽ ഈ 2 സീറ്റുകൾ തമ്മിൽ വെച്ചു മാറാനുള്ള ഒരു കാരണമായി പറയുന്നത് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ET തുടക്കം മുതലേ ആവശ്യപ്പെട്ടത് കൂടിയായിരുന്നു മലപ്പുറം വേണമെന്നും അദ്ദേഹത്തിന്റെ നാടാണെന്നും. കാരണം പലതവണ ലോക്സഭയിലേക്ക് എത്തിയെങ്കിലും നാട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ജനവിധി തേടണമെന്നുള്ള ആവശ്യം അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം പൊന്നാനിയിലേക്ക് തന്നെ ഏറെ ദൂരമുണ്ട്, മണ്ഡലത്തിൽ പോകാനുള്ള തടസ്സങ്ങൾ, പ്രായം എല്ലാം തന്നെ കണക്കിലെടുത്ത് മലപ്പുറം വേണമെന്നുള്ള ഒരു ആവശ്യം നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇത് പരിഗണിച്ചു കൂടിയാണ് നിലവിൽ ഇത്തരം ഒരു പരസ്പരം വെച്ചുമാറൽ എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റാവുന്ന ഏറ്റവും കാര്യം. അതോടൊപ്പം തന്നെ എന്നാൽ പൊന്നാനിയിൽ ആര് എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് രാജ്യസഭാ സീറ്റ് ലഭിക്കുന്ന കാര്യത്തിൽ പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനി മത്സരിപ്പിക്കണോ അതല്ല വരാനിരിക്കുന്ന രാജ്യസഭാ സീറ്റിലേക്ക് അബ്ദുൾ സമദ് സമദാനിയെ പരിഗണിക്കണമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഒപ്പം തന്നെ ഒരു അനിശ്ചിതത്വവും നിലനിന്നിരുന്നു. എന്നാൽ പിന്നീട് ഇന്ന് നടന്ന ചർച്ചയിൽ അത്തരമൊരു പരീക്ഷണത്തിന് മുതിരേണ്ടതില്ല, രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ അപ്പോൾ പരിഗണിക്കാം, നിലവിൽ സമദാനി തന്നെ പൊന്നാനിയിൽ മത്സരിക്കട്ടെ എന്നുള്ള ഒരു നിലപാടിലേക്ക് നേതാക്കൾ എല്ലാവരും തന്നെ എത്തിച്ചേരുകയായിരുന്നു. വിജയകുമാർ.